അസ്സലാമലൈക്കും. ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ ഒരാളെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ത്താനെ അല്ലെങ്കിൽ ജിന്നിനെ കൂട്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ബ്ലാക്ക് മാജിക്. സൂറത്തുൽ ബക്കറയിൽ 102-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അദ്ദേഹം ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളാണ്, കാറ്റിനോടും അതേപോലെ ജിന്നുകളോടൊക്കെ സംസാരിക്കലുണ്ട് എന്ന്. പക്ഷെ ഖുറാനിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണ് സുലൈമാൻ നബി അലൈഹിസ്സലാം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടുകാരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹാറൂത്ത് മാറൂത്ത് എന്ന 2 മലക്കുകളെ അയക്കുകയാണ്. എന്നിട്ട് ആ മലക്കുകളെടുത്ത് പറഞ്ഞു ആ നാട്ടിലുള്ള ആൾക്കാർക്ക് ബ്ലാക്ക് മാജിക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മലക്കുകൾ ആ നാട്ടുകാർക്ക് ബ്ലാക്ക് മാജിക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇത് പഠിപ്പിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മലക്കുകൾ ആ നാട്ടുകാർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബ്ലാക്ക് മാജിക് ആരും പഠിക്കാനും ശ്രമിക്കരുത്, അതുപോലെ ഇത് ഉപയോഗിക്കാനും പാടില്ല എന്ന്. പക്ഷെ ചില ആൾക്കാർ ആ വാക്കൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഓരോ ബ്ലാക്ക് മാജിക് പഠിച്ചു. എന്നിട്ട് അത് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് തുടങ്ങി. ഭർത്താവിനെയും ഭാര്യയെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് ചെയ്യാം. അതേപോലെ മനുഷ്യന്മാരുടെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ബ്ലാക്ക് മാജിക് ചെയ്തു. പക്ഷേ ഖുറാൻ തന്നെ പറയുന്നുണ്ട് ഈ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചിട്ട് ഒരാളെ നശിപ്പിക്കാനും പറ്റൂലെന്ന്. കാരണം അതിന് അള്ളാഹുവിൻ്റെ അനുവാദം വേണം. അള്ളാഹുവിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ബ്ലാക്ക് മാജിക് കേൾക്കൂലെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ബ്ലാക്ക് മാജിക് ശരിക്കുണ്ട്, പക്ഷെ അത് ഹറാമാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. അള്ളാഹുവിൻ്റെ അനുവാദം ഇല്ലാണ്ട് ഒരാൾക്ക് മറ്റൊരാളെ നശിപ്പിക്കാൻ എന്തായാലും പറ്റൂല. അസ്സലാമു അലൈക്കും.